വചനമൊഴി ഏപ്രിൽ 23. വചനഭാഗം എഫേസുസ് 4:1-6, യോഹന്നാന്റെ സുവിശേഷം 15:1-10. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എന്നിൽ ഫലം തരാത്ത എല്ലാ ശാഖകളെയും അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്തെന്നാൽ എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നതുവഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ച പോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവപിതാവും ഈശോയും ഈശോയിൽ വിശ്വസിക്കുന്നവരും തമ്മിലുള്ള ബന്ധത്തെ അവതരിപ്പിക്കുന്നതിന് ഈശോ മനോഹരമായ ഒരു ഉപമയിലൂടെ സംസാരിക്കുകയാണ്. ദൈവപിതാവിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടി പിതാവിൽ നിന്നും വന്ന ഒരു മുന്തിരിച്ചെടിയാണ് ഈശോ. സ്വർഗത്തിൽ നിന്ന് വളർന്നിറങ്ങിയ ഒരു മുന്തിരിച്ചെടി. ദൈവത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി അവിടുന്ന് മനുഷ്യരുടെ ഇടയിലേക്ക് വന്നു. ആ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖകളും ചില്ലകളുമാണ് ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാവരും. പിതാവിൽ നിന്നുമുള്ള രക്ഷയുടെ സുവിശേഷം, നിത്യജീവന്റെ ജലം, നിത്യജീവന്റെ പാത ഈശോ തന്നിലൂടെ വെളിപ്പെടുത്തി തന്നു. ഈശോയോട് ചേർന്ന് നിൽക്കുന്നവർ പിതാവിൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കും. ഈശോയിലൂടെയാണ് ദൈവിക ജീവൻ പകർന്ന് നൽകുന്നത്. മുന്തിരിച്ചെടിയുടെ തായ്തണ്ടിനോട് അതിൻ്റെ ശാഖകൾ ചേർന്ന് നിൽക്കുന്നത് പോലെ മിശിഹായോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ജീവജലം സ്വീകരിക്കുകയും അത് വരുന്ന തലമുറയിലേക്ക് കൈമാറി കൊടുക്കുകയും ചെയ്യുന്നു. ഈശോയിലുള്ള വിശ്വാസ ജീവിതം സ്വീകരിക്കുന്നതിനും അത് കൈമാറി കൊടുക്കുന്നതിനും വരുന്ന തലമുറകളിലേക്ക് രക്ഷയുടെ സുവിശേഷം പങ്കുവയ്ക്കുന്നതിനുമുള്ള ഉത്തരവാദിത്വം നാം ഓരോരുത്തർക്കുമുണ്ട്. ഈശോയാവുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിന്ന് വിശ്വാസ ജീവിതം വരും തലമുറയിലേക്ക് കൈമാറി കൊടുക്കുന്നതിനുള്ള ഉത്തരവാദിത്വം നാം ഓരോരുത്തർക്കുമുണ്ട്. ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ഈശോയാവുന്ന തായ്തണ്ടിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് മാതാപിതാക്കന്മാരാണ്. അവരിലൂടെ ഒഴുകുന്ന ജീവജലം, വിശ്വാസ ജീവിതം ആണ് വരും തലമുറയിലേക്ക് കൈമാറി കൊടുക്കുന്നത്. കുടുംബങ്ങളിലൂടെയാണ് വിശ്വാസ ജീവിതം കൈമാറുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മിശിഹായുടെ ഉയർപ്പാണ്. മിശിഹായുടെ ഉയർപ്പ് തിരുനാളിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ആഴ്ചയിൽ നമുക്ക് ലഭിച്ച വിശ്വാസം വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ജീവിക്കുവാനും അത് വരുന്ന തലമുറയ്ക്ക് കൈമാറി കൊടുക്കുവാനുമുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് ധ്യാനിക്കുകയും നമ്മുടെ കഴിവിനൊത്ത് വിശ്വാസത്തോട് പൂർണ്ണ വിശ്വസ്തത പുലർത്തി ജീവിക്കുവാനും വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി മാറുവാനുമുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.